പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിയുന്നതിന് ശേഷം നമുക്ക് നിലവിൽ ലഭിക്കുന്ന ബാക്ക് സ്റ്റേജ് അപ്ഡേറ്റുകളാണ് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യത്തെ അപ്ഡേറ്റായി പങ്കുവെക്കാനുള്ളത് കിങ് ആൻഡ് ക്വീൻ ഓഫ് ദി റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ആദ്യ മത്സരമായി ബെക്കി ലഞ്ചും ലിവ് മോർഗനും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ലിവ് മോർഗൻ പുതിയ വേൾഡ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലിവ് മോർഗൻ വിജയിക്കാനുള്ള കാരണം ഡൊമിനിക്ക് വന്ന് ബെക്കിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് തിരിച്ചടിയായി ആ അവസരം മുതലെടുത്ത് ലിവ് മോർഗൻ ബെക്കി ലഞ്ചിനെ പരാജയപ്പെടുത്തുന്നതിലൂടെയാണ്. അതിനുശേഷം ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഇതിനെ ചൊല്ലി ബെക്കി ലഞ്ചും ഡൊമിനിക്കും ഒരു ആർഗ്യുമെൻറ്റ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവരോട് ബെക്കി പറയുന്നത് തൻ്റെ റീമാച്ച് ക്ലോസ് ഈ ഒരു റോയിൽ തന്നെ ജനറൽ മാനേജറായ ആദം പിയേഴ്സിനോട് ചോദിച്ചുകൊണ്ട് താനൊരു റീമാച്ച് റോയിൽ മേടിക്കുമെന്നാണ്. അതായത് ലിവ് മോർഗനെതിരെയുള്ള വേൾഡ് ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ആ ഒരു റീമാച്ച് തനിക്ക് വേണമെന്നുള്ളത് ബെക്കി ലഞ്ച് ആവശ്യപ്പെടുന്നു. ഡൊമിനിക്ക് തനിക്കും തമ്മിലുള്ള ഒരു ബന്ധവും ഇല്ല എന്നുള്ളതും ബെക്കി പറയുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന റോ എപ്പിസോഡിൽ ബെക്കി ലഞ്ചും ലിവ് മോർഗനും തമ്മിലുള്ള ഒരു വുമൻസിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കാൻ സാധ്യതകളുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യുഡബ്ല്യുയുടെ അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ 2024 ഡ്രൂ മാക്കൻഡയറിൻ്റെ ഹോം ടൗൺ ആയ സ്കോട്ട്ലാൻഡ് ഗ്ലാസ്കോ അവിടെ വെച്ച് നടക്കാൻ പോകുന്ന ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ആദ്യ മത്സരം കൺഫേം ചെയ്തിരിക്കുന്നു. ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ ഡ്രൂ മാക്കൻഡയർ മെഡിക്കലി ക്ലിയർ ആയി എന്നുള്ളൊരു ബ്രേക്കിംഗ് ന്യൂസാണ് ട്രിപ്പിൾ എച്ച് പുറത്തേക്ക് വിട്ടത്. ട്രിപ്പിൾ എച്ച് തന്നെ പറയുന്നുണ്ട് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡെമിൻ പ്രീസ്റ്റ് പറഞ്ഞത് അനുസരിച്ച് ഡ്രൂ മാക്കൻഡയർ മെഡിക്കലി ക്ലിയർ ആയതുകൊണ്ട് ഇരു റെസ്ലേഴ്സും തമ്മിലുള്ള ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമായിരിക്കും ക്ലാഷ് അറ്റ് ദി കാസ്റ്റിലിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഡാമിൻ പ്രീസ്റ്റും ഡ്രൂ മാക്കൻഡയറും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ഒരു വേൾഡ് ടൈറ്റിൽ മത്സരം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റ് ഒരു ട്വീറ്റ് ഇടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതിലുപരി ഡ്രൂ മാക്കൻഡയർ പങ്കുവെക്കുന്നത് സ്കോട്ട്ലാൻഡിലേക്ക് ഡാമിൻ പ്രീസ്റ്റിൻ്റെ എൻട്രൻസ് ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് ECWയിലേക്ക് ജോൺസനെ നടത്തിയ ഒരു എൻട്രൻസിൻ്റെ ഒരു ഫോട്ടോയും ഡ്രൂ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ജോൺസനെ പോലെയുള്ള ഒരു ഓറ ഒരിക്കലും ഡെമിൻ പ്രീസ്റ്റിന് ഉണ്ടാകില്ല എന്നുള്ളതും പ്രത്യേകം മെൻഷൻ ചെയ്യാൻ ഡ്രൂ മാക്കൻഡയർ മറന്നിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ ഡൊമിനിക്കിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് ഡെമിൻ പ്രീസ്റ്റും ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് മോശപ്പെട്ടതിൽ നിന്ന് വലിയ മോശത്തിലേക്കുള്ള ഒരു പോക്കാണ് നിലവിൽ ലിവ് മോർഗനെ സഹായിക്കുന്നതിലൂടെ ഡൊമിനിക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു അഭിപ്രായമാണ് ഡെമിൻ പ്രീസ്റ്റ് ഈ വേൾഡ് ടൈറ്റിൽ ചേഞ്ചിനെ സംബന്ധിച്ച് കുറിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് അങ്കിൾ ഹൗഡിയെ സംബന്ധിച്ചാണ്. ഇന്ന് നടന്ന കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ അങ്കിൾ ഹൗഡിയോ അങ്കിൾ ഹൗഡി നേതൃത്വം കൊടുക്കുന്ന വൈറ്റ് 6 എന്ന ഗ്രൂപ്പിന് സമാനമായിട്ടുള്ള ഒരു ഫാക്ഷൻ്റെ ഒരു ഡെബ്യൂ അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ നമുക്കൊന്നും ലൈവ് അപ്പിയറൻസിൽ ആരെയും നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആരാധകർ വലിയൊരു നിരാശയിലാണ് ഉള്ളത്. അങ്കിൾ ഹൗഡി വരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ യാതൊരുവിധ സർപ്രൈസുകളും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഞാൻ പോലും അങ്കിൾ ഹൗഡിയുടെയോ അല്ലെങ്കിൽ വൈറ്റ് 6 മെമ്പേഴ്സിൻ്റെയോ ഒരു അപ്പിയറൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഡിക്ഷൻ വീഡിയോയിലും ഞാൻ 100% അതൊരു ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ലൈവ് അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു QR കോഡ് ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഇടയിലൂടെ അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ആ ഒരു എൻട്രൻസ് സമയത്താണ് ഈ ഒരു QR കോഡ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ആ ഒരു QR കോഡിൽ നിന്ന് നമുക്ക് ഡീകോഡ് ചെയ്ത് എടുക്കാൻ സാധിച്ച പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു ആൾ അത് ആരാണെന്ന് നമുക്കറിയില്ല. അത് WWE 2K24 എന്ന് പറയുന്ന ആ ഒരു പ്ലേ സ്റ്റേഷൻ ഗെയിം കളിക്കുന്നു. അവിടേക്ക് ഒരു ഫോൺ കോൾ ചെല്ലുന്നു. ഫോൺ കോളിന് ആ ഒരു മറുപടി ഒന്നും അവിടെ നിന്ന് കേൾക്കുന്നില്ല. ഹലോ ഹലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് പിന്നീട് വ്യക്തമായിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നീട് പെട്ടെന്നൊരു ഗ്ലിച്ച് വരുന്നു. അവിടെ ഒരു രൂപം നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായിരിക്കും മിക്കവാറും അങ്കിൾ ഹൗഡിയുടെ പുതിയ ഒരു റിംഗ് ഗിയർ എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. പക്ഷെ അപ്പോഴും മുഖമോ മറ്റൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ല. ഒരു നിഴൽ പോലെ അല്ലെങ്കിൽ ഒരു ഷാഡോ പോലെ ഒരു രൂപം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അങ്കിൾ ഹൗഡിയെ അല്ലെങ്കിൽ അങ്കിൾ ഹൗഡി നേതൃത്വം കൊടുക്കുന്ന വൈറ്റ് 6ലെ ഏതെങ്കിലും ഒരു മെമ്പറിനെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ളൊരു രൂപം അവർ ആ ഒരു QR കോഡിലൂടെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും അങ്കിൾ ഹൗഡി അല്ലെങ്കിൽ വൈറ്റ് 6 ഉടനെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഉള്ളത്. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റാൻഡി ഓർട്ടനെ സംബന്ധിച്ചാണ്. കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റാൻഡി ഓർട്ടനും ഗന്ധറും തമ്മിൽ ഏറ്റുമുട്ടിയ ആ ഒരു ഡ്രീം മാച്ച് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ റാൻഡി ഓർട്ടൻ ദയനീയമായി പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റാൻഡി ഓർട്ടൻ്റെ കാലിന് ഇഞ്ചുറി ഉള്ളത്, ആ ഇഞ്ചുറിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഗുന്തറിൻ്റെ ആക്രമണം അതെല്ലാം റാൻഡിയുടെ തോൽവിയിലേക്ക് നയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കൂടാതെ അതിനേക്കാൾ വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളത് റാൻഡി ഓർട്ടൻ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു റെസ്ലറുടെ 2 ഷോൾഡറും ആ ഒരു മാറ്റിലുണ്ടെങ്കിൽ മാത്രമേ ആ
കൗണ്ട് ചെയ്യുന്ന സമയത്ത് റഫറി പിൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് റഫറിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഫോൾട്ടാണ്. കാരണം റാൻഡി ഓർട്ടൺ ഒരു ഷോൾഡർ പൊങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് റഫറി ശരിക്ക് പിൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരു എൻഡിങ് ആയിരുന്നു. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ട്രിപ്പിൾ എച്ച് എന്ന WWE ഒഫീഷ്യൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് റഫറിയുടെ ഡിസിഷൻ ഫൈനലാണ്, അതിൽ യാതൊരുവിധ മാറ്റവും നമുക്ക് വരുത്താൻ സാധിക്കില്ല. പക്ഷേ ഫുട്ടേജുകളിൽ റാൻഡി ഓർട്ടൻ്റെ ഷോൾഡർ ആ ഒരു ഫ്ലോറിൽ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്തർ സംബന്ധിക്കുകയാണെങ്കിൽ ഒരു റീമാച്ച് ഇവർ തമ്മിൽ വെക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഗിന്തറിൻ്റെ ഒരു സമ്മതം വേണം. എന്തായാലും കിങ് ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചത് ഗിന്തറാണ്. റാൻഡി ഓർട്ടൺ ഒരു റീമാച്ച് കിട്ടാനുള്ള അവസരങ്ങളും ഉണ്ട് എന്നുള്ളത് ഒഫീഷ്യലായ ട്രിപ്പിൾ എച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഇതേ റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു റീമാച്ച്, അതും ഈ ഒരു കിങ് ഓഫ് ദ റിങ്ങിന് വേണ്ടി തന്നെ നടന്നാൽ ചിലപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ഭാഗമായിരിക്കും. അതിൽ റാൻഡി ഓർട്ടൺ വിജയിച്ച് പിന്നീട് സമ്മർ സ്ലാമിലെ ആ ഒരു വേൾഡ് ടൈറ്റിൽ മത്സരത്തിന് റാൻഡി ഓർട്ടനാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു രീതിയിലേക്ക് അവർക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാനും സാധിക്കും. എന്തായാലും നിലവിൽ ഗിന്തർ വിജയിച്ച് ഡാമിൻ പ്രീസ്റ്റിൻ്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനാണ് ഇപ്പോൾ ചലഞ്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗിന്തർ തന്നെ ഈ ഒരു കിങ് ആയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ സമ്മർ സ്ലാമിൽ ഗിന്തറിനായിരിക്കും ആ ഒരു ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുക. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.